ഗെറ്റോ കിഡ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മൾ. നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും ആഗോള ശ്രദ്ധ നേടിയ ഒരു കുട്ടിപ്പടം. ഫുട്ബോളുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള റീലുകൾ ചെയ്യുന്ന ഒരു സംഘം. ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാലയിലെ ചേരികളിലുള്ള തെരുവ് കുട്ടികൾക്കും അനാഥ കുട്ടികൾക്കും നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും പുതിയൊരു ലോകവും ജീവിതവും സമ്മാനിച്ച NGO ആണ് ഗെറ്റോ കിഡ്സ്. മാതാപിതാക്കൾ ആരെന്നറിയാതെ ഒരു കാലത്ത് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന കുട്ടികൾ. ഗെറ്റോ കിഡ്സ് എന്ന NGOയിലൂടെ അവർക്ക് പുതിയൊരു ജീവിതം കിട്ടി. സംഗീതവും നൃത്തവും വഴി ഗെറ്റോ കിഡ്സിനെ ലോകമറിഞ്ഞു. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ ഐതിഹാസികമായ ഹാഫ് ടൈം ഷോയിൽ കൊളംബിയൻ സ്റ്റാർ ഗായിക ഷക്കീറയ്ക്കൊപ്പം പരിപാടി അവതരിപ്പിക്കും ഗെറ്റോ കിഡ്സ്. ലോകകപ്പ് ഫൈനലിലെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോഴുള്ള പ്രത്യേക ഹാഫ് ടൈം ഷോയിലെ പ്രത്യേക അതിഥികളായി ഷക്കീറ ആദ്യം ക്ഷണിച്ചത് ഉഗാണ്ടയിലെ ഗെറ്റോ കിഡ്സിനെയാണ്. ഷക്കീറ തന്നെയാണ് തന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയത്. ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായ ദായ് ദായിയെക്കുറിച്ച് സംസാരിക്കവെയാണ് ഷക്കീറ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗെറ്റോ കിഡ്സിന്റെ നൃത്ത റീലുകൾ മനം കവരുകയായിരുന്നു ഷക്കീറയുടെ. 2010 ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിരുന്ന വക്ക വക്കായ്ക്ക് ചുവടുവെച്ച ഷക്കീറയും ഒരു ഒന്നൊന്നര ഡാൻസറാണ്. ഷക്കീറയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതിന്റെ വലിയ ആകാംക്ഷയിലാണ് ഗെറ്റോ കിഡ്സ്. ഞങ്ങൾ എന്താണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഗെറ്റോ കിഡ്സ് അംഗങ്ങളുടെ പ്രതികരണം. വി ആർ റെഡി ടു എന്നാണ് ഷക്കീറയോട് ഗെറ്റോ കിഡ്സ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 9 മില്യണിലധികം പേരാണ് ഗെറ്റോ കിഡ്സിനെ പിന്തുടരുന്നത്. മിക്ക വീഡിയോകൾക്കുമുള്ള വ്യൂസ് ദശലക്ഷങ്ങളാണ്. ഷക്കീറയുടെ ലോകകപ്പ് ക്ഷണത്തിന് പിന്നാലെ ഗെറ്റോ കിഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ തകർത്താടുകയാണ്. ഷക്കീറയുടെ ക്ഷണത്തിനുള്ള നന്ദിയും പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും അവരറിയിക്കുന്നു. ലോകകപ്പ് ഷോയ്ക്ക് ഗെറ്റോ കിഡ്സിനെ ഷക്കീറ ഇൻവൈറ്റ് ചെയ്യുന്നത് മൊബൈലിൽ കാണുന്ന ഗെറ്റോ കിഡ്സിന്റെ വീഡിയോയും വൈറൽ. ഫുട്ബോൾ ലോകകപ്പ് പശ്ചാത്തലത്തിൽ ഡാൻസും പാട്ടുകളുമായി ഗെറ്റോ കിഡ്സ് കൂടുതൽ സജീവമായി കഴിഞ്ഞു. ലോകകപ്പ് ആന്തത്തിലെ പല ഭാഗങ്ങളും ഇതിനകം ഗെറ്റോ കിഡ്സിന്റെ വീഡിയോകളുമായി. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ വലിയ നഗരമായ കമ്പാലയുടെ തെരുവുകളിലാണ് ഗെറ്റോ കിഡ്സ് ഡാൻസ് വീഡിയോകൾ ചിത്രീകരിക്കുന്നത്. ഈ വീഡിയോകളിൽ ഹോളിവുഡ്, ബോളിവുഡ് സംഗീതമെല്ലാം വിഷയമായിട്ടുണ്ട്. എന്തിനേറെ തമിഴ് ചിത്രം പയ്യയിലെ യുവൻ ശങ്കർ രാജ ഈണം നൽകിയ തുളി 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 മഴയായി വന്താലേ എന്ന ഗാനത്തിന് വരെ ഇവർ നൃത്തമൊരുക്കി. വിഖ്യാതമായ ബ്രിട്ടൻസ് ഗോട്ട് ടാലന്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവർ. മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ക്ഷണം ലഭിച്ചു, സാന്നിധ്യമായി, അംഗീകാരങ്ങൾ നേടി. എന്നാൽ അതുക്കും മുകളിലാണ് ഗെറ്റോ കിഡ്സിനെ സംബന്ധിച്ച് ഫിഫ ലോകകപ്പ് വേദി. കാരണം ഫിഫ ലോകകപ്പ് ഫൈനൽ ഒരേ സമയം കാണുക ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളായിരിക്കും. കമ്പാലയിൽ 2014 ദൗദ കാവ്മ എന്നയാളാണ് ഗെറ്റോ കിഡ്സ് എന്ന NGO സ്ഥാപിച്ചത്. ദൗദയും തെരുവിൽ വളർന്നയാൾ തന്നെ. ഗെറ്റോ കിഡ്സിന്റെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ധനസഹായം കണ്ടെത്താൻ ഫിഫ ലോകകപ്പ് പെർഫോമൻസ് അവസരമൊരുക്കും എന്ന് ദൗദ കാവ്മ കരുതുന്നു. ജൂലൈ 20 ഇന്ത്യൻ സമയം പുലർച്ചെ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ ഹാഫ് ടൈമിൽ ഷക്കീറയ്ക്കൊപ്പം ഗെറ്റോ കിഡ്സിന്റെ പെർഫോമൻസ് ലോകത്തിന് കാണാം. ഷക്കീറയ്ക്കും ഗെറ്റോ കിഡ്സിന് പുറമെ മഡോണയും BTSും അന്നേ ദിനം ന്യൂയോർക്ക്, ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ ഷോയിലുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ.